ഒന്ന് നിന്നേ. ഇവിടെ മനസ്സിലായില്ലേ? അന്ന് സ്റ്റേഷനില് മാല മോഷ്ടിച്ചതിന് കൊണ്ടുവന്ന കക്ഷിയാ. അതവർക്ക് അബദ്ധം പറ്റിയതാ സാറേ. എന്തോ അബദ്ധം പറ്റിയതാ? അപ്പൊ നീ എന്റെ ചെവി പറഞ്ഞതാ. തൽക്കാലം നീ അവിടെ നിക്ക്. വനിതാ എസ് ഐ വന്നിട്ട് പോയാ മതി. വെറുതെ ഒന്ന് കണ്ടിരിക്കട്ടെ. അതിനിപ്പോ ഞാനൊന്നും ചെയ്തില്ലല്ലോ സാർ. സാറ് പറഞ്ഞ മനസ്സിലായില്ലേ? നിക്കാൻ പറഞ്ഞാ നിക്കണം. ആരടി ഫോണില്? ഊളേ സാറേ. ഊളയാ? അപ്പൊ നിനക്ക് ഊളകളായിട്ടാണ് കണക്ഷൻ അല്ലേ? എടുത്ത് ലൗഡ് സ്പീക്കർ ഇടറി. അല്ലേ, ലൗഡ് സ്പീക്കർ ഇട്. ഹലോ മച്ചാനെ, എവിടെയാണ്? പാർക്കിലാ. പോലീസ് നോക്കി. രാവിലെ ഡാർക്കായ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വെറുതെ പിടിച്ചു നിർത്തിക്കാ. ആ കോപ്സ് തിണ്ടികൾക്ക് പ്രാന്താണ്. പന്നികള് വേറെ പണിയൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, അവന്മാരുടെ കാലെ പിടിച്ച് കരഞ്ഞാ മതി. വിട്ടോളും പ്രാന്തന്മാര്. ഒരെണ്ണത്തിന് ബുദ്ധിയില്ലെന്ന്. അല്ലേ വേണ്ട, ഞാൻ അങ്ങാട് വരാം. അതെ, ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ ആക്റ്റീവ് ഉള്ളു കേട്ടാ. ഓക്കെ നമ്മുടെ അടുത്താണ്. ഇവക്ക് എന്ത് പറ്റിയതാണ്? എന്താണ് സാറേ? നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് നീ ഇവിടെ? പോലീസ്. എന്ത് പറ്റിയതാ സാറേ? നമുക്ക് വേണ്ടപ്പെട്ട. നിന്റെ പേരെന്താടാ? എന്റെ പേര് റോക്കി. ഓ, അപ്പൊ നീയാണല്ലേ ഊള റോക്കി? അപ്പൊ നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. നീ വെക്കോട്ടെ. ഒരുപാട് ബഹുമാനങ്ങളുണ്ടോ നീ പട്ടിത്തിട്ടൊന്നും വിളിച്ചത്? അയാളല്ലേ? എന്താ? താനാ പോക്കേസല്ലേ? അതേടോ, ഞാൻ പോക്കാ. അതിന് തനിക്ക് എന്താ പ്രശ്നം? തനിക്ക് നാണമില്ലേടോ ഇങ്ങനെ കട്ടുമൂട്ടിച്ച് ആളെ പറ്റിച്ച്? എത്രയോ പെൺകുട്ടികൾ പണിയെടുത്ത് ജീവിക്കുന്നു. ഈവൻ ദ സ്പെഷ്യലി ഏബിൾഡ്. അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കും. വെറുതെ പോലീസുകാർക്ക് നാട്ടിൽ പണിയുണ്ടാക്കാൻ. തടിയാ. എന്ന വാക്കിനർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ഒരു ടൈപ്പല്ല. എല്ലാവരും പോലെ ഒന്ന് ഉപദേശിക്കണം തോന്നി, അത്രേ ഉള്ളൂ. സോറി. പണിയെടുത്ത് ജീവിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, പ്ലേറ്റ് മോളെ എടുക്കാനാ. ഒരു ബീഫ്. ഒരു ബീഫ്.
അതെ ഈ പാത്രം ശരിക്കും ഒന്നാണ് കഴുകി കൂലിപ്പണിയും ഓഫീസ് വർക്കൊക്കെയായി ഒരുപാട് ജോലികൾ. സെറ്റിൽമെൻറ്റ് കോളനിയിലെ വേശ്യകൾ വളർത്തിയ പെണ്ണാണെന്നറിഞ്ഞ പിന്നെ അവർക്ക് എൻ്റെ ജോലി വേണ്ട. എന്നെ മതി, എൻ്റെ ശരീരം മതി. മനസ്സ് കൊടുക്കാത്ത ഒരാൾക്കും ശരീരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പട്ടിണി കിടന്നു ഒരുപാട്. അവസാനം പോലീസുകാർ എന്നെ കള്ളിയാക്കി. പിന്നീട് ഗതികെട്ടപ്പോഴൊക്കെ അത് ആവർത്തിക്കുകയായിരുന്നു. സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇവരെ പോലുള്ള ആളുകളെ. ആർക്കും എന്നേക്കുമായി ഇവരെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്കും ആ രക്ഷപ്പെടുത്തുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു വലിയ കാറ്റ് വീശി ഇവിടെയുള്ളതെല്ലാം പറന്നുപോയാലും അമീർ ഇവിടെ തന്നെ കാണും അല്ലേ? അപ്പൊ ഞാൻ തനിച്ചാവണമെന്നാ നീയും ആഗ്രഹിക്കുന്നത് അല്ലേ? ഇതെന്ത് പറ്റിയതാ? അപകട? അല്ല, ഇതുകൂടാതെ കണ്ടിട്ടില്ല. കുറച്ചു കഴിയുമ്പോ ഇത് കളയായിരിക്കും അല്ലേ അമീർ? പേടിക്കൊന്നും വേണ്ട, ഞാൻ ചീത്ത പറയില്ല. കൂടെ ഒരാളുണ്ടല്ലോ. അല്ല അമീർ, എളയപ്പ ഇവിടെ ഉണ്ടോ? ഇല്ല. ദുബായിൽ വെച്ച് IMA ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടേ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം എളയപ്പയുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. ടെൻഷൻ വേണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞു. ഓ താങ്ക് യു. ഇതാരാ? ഫ്രണ്ടാ. ഹായ്. പിന്നെ റോഡിലിങ്ങനെ അധികം നടക്കണ്ട കേട്ടോ. മുകളിലാണ് സർ. ആ സെക്യൂരിറ്റി വിളിക്കുക സാർ. എപ്പോഴാണ് കണ്ടത്? 11 മണിക്കാണ് സാർ. എന്താടാ നിന്റെ പേര്? വാസു. നല്ല കള്ളാണല്ലോ നീ. 10-15 ദിവസമായിട്ട് ലേബർ പ്രോബ്ലം കാരണം പണിയൊന്നും നടക്കുന്നില്ല സാറേ. ആ, നിനക്കുള്ള പണി ഞാൻ തരാം. സാർ എന്താടോ? സാർ, ഇവിടെ ഒരു ബോഡി. ഏ